കുറേ കള്ളന്മാർക്കെതിരെ പോരാടുന്ന കുറേ ചെറുപ്പക്കാരും നല്ല നല്ല ആളുകളൊക്കെ ഇന്ന് പാർട്ടിൻ്റെ പുറത്ത് പോയി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ നാട്ടിൽ CPM ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ CPIMൻ്റെ ഞങ്ങളെ പുളിക്കൽ ലോക്കൽ കമ്മിറ്റിക്കെതിരെ കുറേ കള്ളന്മാരുടെ ഒരു പാർട്ടിനെ വെച്ചിട്ട് അത് ഞാൻ കൂടുതലൊന്നും ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്കെതിരെ കുറേ കാര്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ കമ്മിറ്റിക്കും മറ്റുള്ളവർക്കൊക്കെ പരാതി കൊടുത്തിട്ട് ഒരു കാര്യമില്ലാഞ്ഞിട്ട് CPIMനെതിരെ ഒരു സമാന്തര സംഘടന ഉണ്ടാക്കി ചെഗുവേര സാംസ്കാരിക സമിതി പറഞ്ഞ സംഘടന ഉണ്ടാക്കി പുലിക്കൽ പ്രവർത്തിച്ചു വരുന്നതിന് അതിൻ്റെ ലോക്കൽ സെക്രട്ടറിയാണ് ഞാൻ. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഞ്ഞളാംകുഴി അലിയാക്കായിട്ട് കുറേ കാലമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ അലിയാക്ക പറഞ്ഞ് ഞാൻ ഇതിനൊക്കെ തടിയെടുക്കുകയാണ്, അതിൻ്റെ കൂടുതലുമാണെങ്കിൽ പോന്നോളി, ഇപ്പം പോരുമ്പോൾ കുറച്ചൊക്കെ ഒരു ബലയും കാര്യമൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് എൻ്റെ അപ്പം പോന്നോളി എന്ന് പറഞ്ഞപ്പോൾ ഞാനും കുറേ ചെറുപ്പക്കാരൊക്കെ പാടല്ല എല്ലാവരും കൂട്ടിയിട്ടില്ല, എന്നാലും പോന്നോളി ഒരു ചർച്ച പോലും നടത്താൻ പറ്റാത്തൊരവസ്ഥയിൽ കിട്ടുന്ന വണ്ടിക്കാണ്ട് മുസ്ലിം ലീഗ് തടിയെടുത്ത കഴിഞ്ഞ 31-ാം തീയതി. അപ്പോൾ ആ കഴിഞ്ഞ 31-ാം തീയതി ഈ ഡിസംബർ 31-ാം തീയതിൻ്റെ ശേഷമുള്ള ഒരു മുസ്ലിം ലീഗ് പാരമ്പര്യം എനിക്കുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ CPIMൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് CPIMൻ്റെ പൊതുയോഗവും ദേശാഭിമാനി പത്രം മാത്രമേ എൻ്റെ ചെവിൻ്റെ ഉള്ളിൽ കയറ്റി വിട്ടിട്ടുള്ളൂ. ഞാനല്ലാത്തൊരു സാധനം എൻ്റെ തലേക്ക് കയറ്റലില്ല. അത് എന്താ ചോദിച്ചാൽ ഇപ്പം ഈ മോയിൻകുട്ടി സാഹിബ് ഇവിടെ പ്രസംഗിച്ചപ്പോൾ തന്നെ ഞാൻ അത് കുറേ മുന്നേ കേൾക്കാൻ എന്നോ ഏത് പാർട്ടിക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ അത് അങ്ങനെ കേൾക്കാൻ എന്താ വെച്ചാൽ നമ്മൾ കേട്ടിട്ട് ഇനി ഒരു കൺഫ്യൂഷൻ വേണ്ട, ഈ പണ്ടാറടക്കിയ പാർട്ടിനെ വെറുതെ നമ്മൾ അത് പറയണ്ട വിചാരിച്ചിട്ട് നമ്മൾ ആ പരിപാടിനെ വേറെ പരിപാടിക്ക് പോകില്ല. വേറെ CPM മീറ്റിംഗ് നടക്കുക. ഞാൻ എൻ്റെ ബെൽപ്പത്തരൊന്നും പറയല്ല, ഞാൻ എൻ്റെ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച പെണ്ണുങ്ങൾക്ക് മഹറിൻ്റെ ചെയിൻമേൽ അരിവാൾ ചുറ്റിക നക്ഷത്രം ഇട്ട് കൊടുത്ത ആളാ. എൻ്റെ 2 മക്കൾക്കും അരിവാൾ ചുറ്റിക നക്ഷത്ര കൈത്തിരി. അത് ഇവിടുത്തെ ഏതെങ്കിലും സഖാക്കൾക്ക് ഇന്നെ കൊണ്ടോട്ടി ഏരിയയിലുള്ള എല്ലാ സഖാക്കൾക്കും അറിയാം. കാരണം എന്താ അറിയോ, ലീഗാർക്കും അറിയാം അവിടെയൊക്കെ ഭാഗത്തുള്ള ഒരു 25ഓളം കേസിലെ പ്രതിയാ ഞാൻ. ഈ പാർട്ടിക്കെതിരെ എൻ്റെ ഫാമിലിക്കും വേണ്ടി ഒരൊറ്റ കേസിൽ പ്രതിയല്ല, ഈ പാർട്ടിക്കും വേണ്ടി പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലെ കേസിലെ പ്രതിയാണ്. പാർട്ടി ചാനലും പാർട്ടി മിഷനറി ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും സഖാവിന് ഇപ്പോൾ കൊണ്ടോട്ടി ഏരിയക്ക് വിളിച്ച് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞൊക്കെ സത്യമാണോ നോക്കുക. എൻ്റെ വീടിന് ചുവന്ന കളറാണ്, ഏത് കാലത്തും അതിൽ കൊടി ഉണ്ടാവും. ചുവന്ന കളർ അടിച്ച എൻ്റെ വീടിന് ചുവന്ന ഇപ്പോഴും മാറ്റിയിട്ടില്ല, അത് അന്ന് അടിച്ചാണ് AKG മന്ദിരം പോലത്തെ. അതൊക്കെ ഒരു പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി തലേ കയറിയിട്ട് ചെയ്തതാ. അപ്പം ഇങ്ങനെയുള്ള സഖാക്കളൊക്കെ ഇതിന് വിട്ടു പോകുക. അതെങ്ങനെ വെച്ചാൽ എനിക്ക് ഈ പറയാനുള്ളത് പാർട്ടിൻ്റെ കുറേ അവസ്ഥകളാണ്. ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ വൃത്തികേടുകളുണ്ട്. അതിലൊക്കെ മനം മടുത്തിട്ട് ഇപ്പം കണ്ടില്ല അബ്ദുറഹ്മാൻ പുൽപ്പറ്റ എത്താ കട്ടിട്ട് പുറത്താക്കിയാൽ അല്ലല്ലോ. ഇങ്ങനെയുള്ള ഒരു സഖാക്കളി കട്ടിട്ടല്ലല്ലോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണേ. ഞാനൊക്കെ 1.5 കൊല്ലം മുന്നേ ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ എങ്ങനെ പ്രവർത്തിച്ചിരുന്ന ആളുകളാണെങ്കിലും ഇവർ വലതുപക്ഷ രാഷ്ട്രീയത്തെ അടുക്കുണ്ടോ, ഇവരിതിന് പോകുന്നുണ്ടോ തോന്നിക്കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യാറോ, ഒരു നല്ലൊരു യോഗം കൂടിയിട്ട് ഇവര് സംഘടനാവിരുദ്ധ പ്രവർത്തനം നടത്തിയാണ്ട് പുറത്താക്കും. അപ്പം നമുക്ക് ഇതേമാതിരി പൊതുയോഗത്തിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ലീഗിൻ്റെ ആളുകളൊക്കെ വിചാരിച്ചു നമ്മളെന്തോ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയല്ലോ, അത് കൊലപാതകം നടത്തിയല്ലോ വിചാരിച്ചു. ഇവർ സംഘടനാവിരുദ്ധ പ്രവർത്തനം ഉമ്മാനെ നോക്കിയാലും ബാപ്പാനെ നോക്കിയാലൊക്കെ ഇവർ സംഘടനാവിരുദ്ധ പ്രവർത്തനം പറഞ്ഞ് ആളെ പുറത്താക്കും. അങ്ങനെയുള്ള പാർട്ടി അത് ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയും. പാർട്ടിയിൽ എന്ത് ഉൾപാർട്ടി അതിൽ നടക്കണേ, ഒരാൾക്കി നടക്കണില്ല ഉൾപാർട്ടി. ഈ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറഞ്ഞാണ്ട് ഞങ്ങളെപ്പോലുള്ള ആളുകളെ പാർട്ടിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾക്കെതിരെ അതിൽ നിന്ന് പോരാടാൻ ശ്രമിക്കുമ്പോൾ ഈ ബലി ലെനിസ്റ്റ് സിദ്ധാന്തം പറഞ്ഞ സാധനമായി എടുത്തേക്കും. ഭൂരിപക്ഷ അഭിപ്രായത്തെ ന്യൂനപക്ഷങ്ങൾ മാനിക്കുക. അതായത് ഭൂരിപക്ഷം ഒക്കെപ്പാടെ കള്ളന്മാരാണെങ്കിൽ അതിലെ ന്യൂനപക്ഷം അതിനെതിരെ പോരാടുന്ന ആളുകളാണെങ്കിൽ ഓലെ മറ്റേന് മാനിക്കുക. അതാണ് ഇപ്പൊ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ നടക്കേണ്ടത്. കുറെ കള്ളന്മാർ ഒരുമിച്ച് തീരുമാനമെടുത്താൽ അതിനെ അംഗീകരിക്കുക, VS ഒക്കെ അംഗീകരിക്കുക, വേറെ മാർഗമില്ല. അപ്പൊ VS എന്ത് ചെയ്യും, പത്രക്കാർക്ക് ചോർത്തി കൊടുക്കും. നാട്ടുകാരോടെങ്കിലും പറയണ്ടേ, അപ്പൊ പത്രക്കാർക്ക് ചോർത്തി കൊടുക്കും. ഇങ്ങനെ തന്നെ ഇത് എല്ലാ സ്ഥലത്തും നടക്കണേ. ഈ പാർട്ടിന്റെ അവസ്ഥയാണ്. ഇത് മുന്തിയ പാർട്ടിയാന്ന് വിചാരിച്ചിട്ട് ഇന്നോലെ നമ്മളൊക്കെ ചെറുപ്പം മുതൽ ഈ പാർട്ടിയിൽ ഒരു മണ്ണം കട്ടില്ലപ്പോ. ഇപ്പൊ ഈ ഐസ്ക്രീം പാർലർ കേസ് തന്നെ എടുക്കുക സുഹൃത്തുക്കളെ. ഞാൻ ഇപ്പോഴാണ് ഒരു ധീരനായ ചങ്കുറപ്പുള്ള ഒരു ചങ്കൂറ്റുള്ള സെക്രട്ടറിന്റെ പിന്നിൽ അണിയറക്കണേ. എനിക്കത് പറയാതിരിക്കാൻ നിവർത്തില്ല. എന്താ അറിയാം, പേടില്ലാത്ത ഒരു നേതാവാണ് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അത് എന്താന്ന് ചോദിച്ചാലേ കഴിഞ്ഞ ഒരു 2-3 പത്രസമ്മേളനം കണ്ടല്ലോ. ഫസ്റ്റ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പത്രസമ്മേളനം നടത്തിയിട്ട് ഫസ്റ്റ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അത് പുറത്തേക്ക് വിടുന്നേ.
രണ്ടാമത് റൌഫ് പത്രസമ്മേളനം നടത്തി, മൂന്നാമത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു പത്രസമ്മേളനം നടത്തി. എന്താ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് രണ്ട് കൈയും കാട്ടിട്ട് ഏത് അന്വേഷണത്തിൽ ഞാൻ നേരിടാൻ തയ്യാറാണ്. അങ്ങനെയാണ് ധീരന്മാർ പറയേണ്ടത്. ഏത് കേസും വന്നോട്ടെ, അതൊരു പ്രശ്നമല്ല എന്നാ പറഞ്ഞത്. എന്നാ സഖാവ് പിണറായി വിജയൻ അതാണോ ചെയ്തത്? SNC ലാവ്ലിൻ കേസിലെ സഖാവ് പിണറായി വിജയൻ പ്രതിയായില്ലേ? ഈ പ്രതിയായപ്പോ പിണറായി വിജയൻ എന്താ ചെയ്തത്? ഈ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കണമെന്ന് സ്വന്തം മന്ത്രിസഭനെ കൊണ്ട് ഗവർണർക്ക് തിരിച്ചയപ്പിച്ചില്ലേ? കേരളം ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ കേരളം ഭരിക്കുന്ന മന്ത്രിസഭനെ കൊണ്ട് അയാൾ റെക്കമെൻഡ് ചെയ്തിട്ട് അയാൾ തിരിച്ചയപ്പിച്ചിക്കല്ലേ? അത് പേടിന്റെ ഹെഡോണ്ടല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അയാളല്ലേ ഈ ആളുകളെ സ്വാധീനിച്ചത്? മന്ത്രിസഭനെ സ്വാധീനിച്ച പിണറായി വിജയനല്ലേ? നിങ്ങളെന്നെ ചിന്തിച്ചു നോക്കി. ഇത്ര പേടുള്ള ഒരു നേതാവുണ്ടോ? ഞങ്ങളോടൊക്കെ ജയിലിറക്കെങ്കിൽ ജയിലിറക്കി, ജയിലിനിറക്കൽ സമരം, സഖാക്കൾക്ക് കടക്കാനുള്ള ജയിലാന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താ അതിനെ പേടിച്ചത്? എന്താ ഈ പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് അറിയാണ്ട് ചോദിച്ചാ പ്രോസിക്യൂഷൻ പറഞ്ഞ ആളെ കയ്യാമ വെച്ച് കൊണ്ടുവന്ന സാധന. അതിനെപ്പോൾ പേടുള്ള ആളുകളല്ലേ? പിന്നെ ഈ ഐസ്ക്രീം പാർലർ കേസ് ഇന്നും ഇന്നലെയും തുടങ്ങിയതാണ്. ഐസ്ക്രീം പാർലർ കേസ് ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കോഴിക്കോട്, ഞാൻ കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റ് വളർന്ന ആളാ. ഈ കോഴിക്കോട് ഞാൻ DYFIയിലൊക്കെ അവിടെ സജീവമായിട്ട് പങ്കെടുത്തിന ആളാ. സമരങ്ങളിലൊക്കെ കോഴിക്കോട് കൗൺസിൽ സമരത്തിൽ അടി കിട്ടിയിട്ട് രണ്ട് കൈയും പൊട്ടിന ആളാ. ഈ ഐസ്ക്രീം പാർലർ കേസിനെ സംബന്ധിച്ച് കരിങ്കോടി കാട്ടാൻ പോയിട്ട് കേസിലെ പ്രതിയാ ഞാൻ. കാര്യങ്ങൾ ഈ 4.5 കൊല്ലം മുന്നേ ഈ പ്രതിപക്ഷത്തിക്കുമ്പം കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അറസ്റ്റ് ചെയ്യുക, അങ്ങോട്ടാക്കുക ഇങ്ങോട്ടാക്കുക എന്ന് പറഞ്ഞ ഒട്ടനവധി സമരങ്ങളാ ഇവിടുത്തെ DYFIയും CPM നടത്തിയേ. 4.25 കൊല്ലം കേരളം CPM ഭരിച്ചില്ലേ? ആരാ ആഭ്യന്തരമന്ത്രി? കുഞ്ഞാലിക്കുട്ടി സാഹിബാ? കോടിയേരി ബാലകൃഷ്ണനല്ലേ? CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണനല്ലേ? എന്തേ ഈ 4.25 കൊല്ലം ഒരു പ്രസ്താവന ഇറക്കണോ? ഐസ്ക്രീം പാർലർ കേസ് റീഓപ്പൺ ചെയ്യുന്നോ, അല്ലെങ്കിൽ അത് അന്വേഷിക്കണമെന്നോ അതിൽ പ്രതി ചേർക്കണമെന്നോ പറഞ്ഞിട്ട് ഈ 4.25 കൊല്ലം CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ എവിടെയാണ്? DYFIയുടെ സംസ്ഥാന സെക്രട്ടറി രാജേഷ് എവിടെയാണ്? മഹിളാ അസോസിയേഷന്റെ സെക്രട്ടറി TN ചീമ എവിടെയാണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കി. 4.25 കൊല്ലം എവിടെയാണ് ഇവരൊക്കെ? DYFIക്കാരൻ വിളിച്ച മുദ്രാവാക്യം നടപ്പിലാക്കണ്ടേ? പ്രതിപക്ഷത്തിക്കുമ്പോ CPMകാരൻ വിളിച്ച മുദ്രാവാക്യം നടപ്പിലാക്കണ്ടേ? നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചോ? അതിന്റെ അർത്ഥം എന്താ? കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിരപരാധിയാണെന്ന് ഇവിടുത്തെ CPMകാർക്കൊക്കെ ശരിക്കും അറിയാം. അതുകൊണ്ടാ. അല്ലെങ്കിൽ പ്രതിപക്ഷത്തിക്കളെ കാര്യങ്ങൾ നടപ്പിലാക്കണ്ടേ? കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ജയിലിന്റെ ഉള്ളിൽ നടത്തിയാൽ CPMനല്ല അവിടെ വളർച്ച. എന്താ നടത്താനി? ഇപ്പൊ 2 ആഴ്ച മുന്നേ VS അച്യുതാനന്ദന്റെ ഒരു പത്രസമ്മേളനം ഉണ്ടേനി. എന്താ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞേ? ഈ 2 മാസമുള്ളൂ. ഞാനൊക്കെ അന്തം വിട്ടു. ഇയാൾ ഒന്നാപ്പതി പറഞ്ഞത് 2 മാസമുള്ളൂ ആകെ. അയാളോട് ചോദിച്ചു പത്രക്കാർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ വിളിച്ചൂലേ? ഇന്നുണ്ടല്ലോ സമയം 2 മാസേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എവിടോ അയാളെ മോൻ അതിന്റെ ഹെഡില്, അയാളെ മോനും ഏതൊക്കെ ആളുകളൊക്കെ പാടെ അതിന്റെ ഇതിന്റെ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുക. റൌഫ് ഒരു പത്രസമ്മേളനം നടത്തേണ്ടി വന്നില്ലടോ. ഈ പിണറായി വിജയനൊക്കെ ഒരു വർത്താനം പറയേണ്ടി എന്തേ? റൌഫിന്റെ അത്രയും കൂടി ബലം ഇല്ലാതായില്ലേ? റൌഫാ CPMന്റെ സംസ്ഥാന സെക്രട്ടറി? റൌഫാണോ DYFIന്റെ സെക്രട്ടറി? റൌഫാണോ മഹിളാ അസോസിയേഷന്റെ സെക്രട്ടറി? എന്താണെന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി സഖാക്കളെ. വേറെ പണിക്ക് പോയില്ല എന്തേ? ഇതൊക്കെ നമുക്ക് വളരെ വിഷമമുണ്ട്. കാരണം എന്താണോ, നമ്മളെ പ്രതിപക്ഷത്തിക്കുമ്പോ നമ്മളെ തെരുവിലേക്ക് വിടുക, പല തെരുവിലേക്കും അടികൊള്ളാനും മറ്റുള്ളവരും വിടുക. ഇവിടെ ഭരണത്തിൽ വരുമ്പോ ഇവരിത് മറ്റേ പരിപാടി നടത്തി നടക്കുക. ഇതൊന്നും DYFIക്കാരായ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അന്ന് അംഗീകരിക്കാൻ പറ്റൂലേ? ഇതല്ല ഇവിടുത്തെ CPMന്റെയും DYFIന്റെ നേതാക്കന്മാർ. എന്നിട്ട് ഈ റൌഫ് പറഞ്ഞ ഇതും കേട്ടിട്ട് ഇങ്ങനെ ചാടിക്കളിച്ച് നടക്കുക, കോലം കത്തിക്കുക. കോലം ആദ്യം കത്തിക്കണ്ടേ പിണറായി വിജയൻ?